ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ്. നമ്മൾ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് കാണിച്ചതെന്നുള്ള എല്ലാ സാധനവും ഈ വീഡിയോയിലകത്ത് ഉണ്ടാവും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അങ്ങനെ നമ്മൾ രാവിലെ എൻ്റെ പല്ലൊക്കെ തേച്ച് ഫുഡിന് വേണ്ടിയുള്ള ദീർഘനേരത്തെ കതിരിപ്പായിരുന്നു. പുറത്ത് അന്തരീക്ഷം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഫുഡ് വന്നിട്ടില്ല. 8:33 ഗൈസ്. സമയം നോക്കിയപ്പോഴത്തേക്ക് അതുവരെയായിട്ട് ഫുഡ് വന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാലും മേക്കപ്പ് ഇട്ട് ഒരുങ്ങിയിരിക്കുക. അപ്പോഴത്തേക്ക് ഫുഡ് വരുമ്പോഴത്തേക്ക് ഫുഡും കഴിച്ച് നേരെ കോളേജിൽ പോകാമെന്ന്. അങ്ങനെ ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ട് പുട്ടിയൊക്കെ ഇട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇട്ടോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ സ്പീക്കർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാട്ടൊക്കെ കേട്ടിട്ടാണ് നമ്മൾ ഒരുങ്ങുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ സ്റ്റെപ്പൊക്കെ ഇട്ട് എന്ന് പറഞ്ഞ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ മേക്കപ്പ് കാര്യങ്ങൾ എടുത്ത് തിരക്കിലായിരുന്നു. ഞാൻ കുറേ പുട്ടി വരി ഇടും കാണുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നുണ്ട് നീ ഇന്ത്യയിലാണ് ഇത്ര പുട്ടി വേണ്ടത്, ഞങ്ങൾക്ക് അങ്ങനെ ആണ് ഇട്ടാലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഫൈൻ ആവും ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഞാൻ പുട്ടി കണ്ടിട്ടാണ് ഞാൻ തന്നെ ഞെട്ടിയ ഇതെന്തെന്ന് കാണിച്ചു വെച്ചേക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. പുട്ടും കടലക്കറിയായിരുന്നു. അങ്ങനെ പുട്ടും കടലക്കറിയും കരളല്ല ഗൈസ്, സോറി, ഗ്രീൻ പീസ് ആയിരുന്നു. അങ്ങനെ ഗ്രീൻ പീസ് കറിയും കൂട്ടി കഴിച്ചാൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമാണ്. എൻ്റെ ഫ്രണ്ട്സിനും ആർക്കും ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഗൈസ്? പുട്ട് എല്ലാവർക്കും ഭയങ്കര വെറുപ്പാണ്. പിന്നെയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ പോകാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നേരെ പുട്ടിയും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോഴാണ് ഗൈസ് ഞാൻ ഓർത്ത് തട്ടെടുത്ത് പറഞ്ഞാൽ മുടി ഇട്ടാലും മറന്നുപോയി. അങ്ങനെ മുടിയും കാര്യങ്ങളൊക്കെ അഴിച്ച് ഞാൻ മുടി നല്ല രീതിക്ക് ബാക്കിലോട്ട് ടൈ ചെയ്ത് വെച്ചതിന് ശേഷം തട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ നേരെ കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം ചുറ്റിയിടാന്ന് വിചാരിച്ചെങ്കിൽ ഞാൻ പിന്നെ വിചാരിച്ച് സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ഇടാന്ന്. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ ഒരു പാട്ടൊക്കെ ഇട്ടാൻ വേണ്ടി അതൊരു സ്റ്റെപ്പൊക്കെ ഇട്ട് സ്റ്റെപ്പൊക്കെ ഇട്ട് ഇറങ്ങിയപ്പോഴത്തേക്കാണ് നോക്കിയപ്പോൾ ഗൈസ് ചാണകവും അഞ്ജുവിൻ്റെ ഒരേ ഫ്രെയിം ഞാൻ കണ്ടായിരുന്നു. ഹൈ സന്തോഷ്, ഹൈ സന്തോഷ്, ഹായ് ഹായ് ഹായ്. സോ നമ്മൾ ബസ് പിടിച്ചാണ് കോളേജിലേക്ക് പോകുന്നത്. ബസ് സ്റ്റോപ്പിലേക്കുള്ള ദീർഘദൂരത്തേക്കുള്ള യാത്രയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഹാപ്പി ടീച്ചേഴ്സ് ഡേ ഗൈസ്. കോളേജ് എത്തിയപ്പോഴത്തേക്കും സ്മിത മിസ്സിനെ ജിമ്മു മിസ്സിനെ കണ്ട് അവരെ വിഷുക്കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കിയപ്പോൾ ഷഹീനെ റഹംദുലിനെയും കണ്ട് അവരെയും കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സൂറായി കണ്ടു ഗൈസ്. ഇതാണ് നമ്മുടെ സൂറ, ഇതാണ് നമ്മുടെ ഷഹാന. യെസ് യെസ്. അങ്ങനെ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് ചെന്നപ്പോഴത്തേക്ക് സാർ ഒരു വിചാരിച്ചാണ് ചെന്നപ്പോഴത്തേക്ക് സാറും കാര്യങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഹാപ്പി ആയി, കാരണം സാർ നല്ല എന്തെങ്കിലും വഴക്ക് വെക്കുമായിരിക്കും. നമ്മൾ ക്ലാസ്സിലാണ്. സോ ഇന്നലെ നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ട്. അതെ 9:30 നേരത്തെ എത്തിയത്. ഇനി നമ്മുടെ മിസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സ് ഡേ ആയതുകൊണ്ട് മിസ്സിനെ നമുക്ക് കണ്ട് വിഷൊക്കെ ചെയ്യാം. ഓൾറെഡി വിഷ് ചെയ്ത് എനിക്കെന്തോ പറയാനുണ്ട്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്? ടീച്ചേഴ്സ് ഡേ ആണ് ഗൈസ്. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ പരിപാടി നമ്മൾ ടീച്ചേഴ്സിന് കൊടുക്കണം. ഓക്കെ, കൊടുക്കണം. അപ്പൊ നമ്മൾ അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഓക്കെ, കുറച്ച് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, ബൈ ഗൈസ്. ഓക്കെ. നെയിൽ പോളിഷ് വന്ന് ക്ലാസ്സിൽ വന്നിടുന്ന അബിയ. നമ്മുടെ ചിമ്മു മിസ്സിനും ക്ലാസ്സിലുള്ള വേറെ സാറന്മാർക്ക് എല്ലാവരും കൊടുക്കാൻ വേണ്ടി പൂർ കാർഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ മിസ്സിന് സർപ്രൈസ് ആക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാ കാര്യങ്ങളും. അപ്പൊ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് ടീച്ചേഴ്സ് ഡേ ആയിട്ട് ഇത് കാണുന്ന എല്ലാ ടീച്ചേഴ്സ്മാർക്കും ആശംസിക്കുന്നു. ഓക്കെ. ടീച്ചേഴ്സ് ആരും കണ്ടില്ലെങ്കിൽ ആരെടുത്തോട്ടെ. ഓക്കെ. എന്താ പറയാനുള്ളത്? എന്നെ പറ്റി എന്താ പറയാനുള്ളത്? നല്ലൊരു കുട്ടിയല്ലേ ഞാൻ? ഫുഡ് വാങ്ങിത്തരാന്ന് പറ്റിച്ചാണ്. ഞാൻ വാങ്ങിത്തരും പറഞ്ഞാൽ വാങ്ങിത്തരും. ഷാന ഫുഡിന്റെ വാക്ക് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ വാക്കാ. അഞ്ജുൻ എന്താ എന്നെ പറ്റി പറയാനുള്ളത് ഗൈസ്? എനിക്കൊന്നും പറയില്ല. സനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിലെ ഒരു മെയിൻ ഒരു പഴമാണ് ഗായ്സ്. സനയ്ക്കാണെങ്കിൽ സ്വന്തമായിട്ട് കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബിസിനസ് ആമിനെ താത്ത തട്ടക്കട എന്നാണ് കടയുടെ പേര്. അതെ. അപ്പൊ സനയ്ക്ക് ഇതൊക്കെയാണ് പറയുന്നത്. സീരീസ് ഞാൻ ഇറക്കിയിട്ടുണ്ട് ഗൈസ്, ചെണ്ടുമല്ലി. യെസ്. അപ്പൊ അത് വേണമെങ്കിൽ നിങ്ങളൊന്ന് പറയുക ഗൈസ്. നമ്മൾ ക്ലാസ്സിൽ സാറ് വന്നു ഗൈസ്. അപ്പൊ ഗൈസ് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. സോ നെക്സ്റ്റ് അടുത്ത ഓരോരോ സംഭവങ്ങൾ നമ്മളിപ്പോൾ കാണിക്കുന്നതാണ്. ക്ലാസ് അങ്ങനെ ഫസ്റ്റ് അവർ കഴിഞ്ഞപ്പോൾ നമ്മളെ ചിമ്മു മിസ്സിനെ ക്ലാസ്സിൽ എത്തിപ്പിച്ചിട്ട് നമ്മളെ എന്താണ് പ്രശ്നങ്ങളാണ് ക്ലാസ്സിൽ ഫുള്ള് സീനാന്നുള്ള രീതിയിൽ നമ്മൾ സർപ്രൈസ് ആക്കാന്നുള്ള രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. മിസ് ഡാൻസ് കളിക്കുന്നില്ല, വെറുതെ ഞാൻ കണ്ടണ്ട. അതെ, അതാണ് മിസ്. ആരുമില്ല മിസ് ഡാൻസിന്. മിസ്സേ പ്രശ്നമാണല്ലോ. അത് ഞാൻ കാര്യം ചെയ്യാം. ഇത് കഴിഞ്ഞു.
എന്താ പറയാനുള്ളത്? ഹാപ്പിയാണോ? വെരി ഹാപ്പി. ആൻഡ് ഇത് എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒഫീഷ്യൽ ടീച്ചേഴ്സ്. ആദ്യമായിട്ട് പഠിപ്പിക്കുന്ന കുട്ടികളാണ് എന്റെ ജീവിതത്തിൽ. ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകാൻ തന്നെയാണ് സാർ. ഞാൻ മേ ബി ഇനി ഫ്ലൈറ്റിലോട്ട് ഇറങ്ങാനുണ്ടാവില്ല. നിങ്ങളാണ് എന്റെ ഫസ്റ്റ് സ്റ്റുഡന്റ്, നിങ്ങളാണ് എന്റെ ഗുരുക്കൾ. താങ്ക് യു വെരി മച്ച് ഫോർ ലവിങ് മീ. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോടൊരു സ്നേഹം ഉണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് നന്നായിട്ട് അറിയാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മിസ് ഭയങ്കരമായിട്ട് ഹാപ്പി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഹാപ്പി. അപ്പൊ ഇനി ബാക്കിയുള്ള മിസ്സുമാർക്ക് പൂക്കളും കാർഡ് കൊടുക്കുന്ന തിരക്കിലായിരുന്നു എല്ലാവരും. ഇതാണ് നമ്മുടെ ഷീജു മിസ്. അപ്പൊ ഷീജു മിസ്സിന് പൂക്കളോട് കൊടുത്ത് മിസ് ഇങ്ങനെ ഹഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയായി എല്ലാവരും. ഹാപ്പി ടീച്ചേഴ്സ് ഹാപ്പി ടീച്ചേഴ്സ് ഡേ. താങ്ക് യു. എല്ലാവരും നന്നായിട്ട് ഓൾ ദി ബെസ്റ്റ്. പക്ഷെ എന്നോട് പറയാം നല്ല ഗിഫ്റ്റ് ആയിരുന്നു. ഇപ്പൊ ബ്രേക്കാണ്. ഷഹാന എനിക്ക് പപ്സ് വെച്ചതാണ്. അതെ അതെ ഗായ്സ്, അതെ ഞാൻ എന്തായാലും വാങ്ങിക്കൊടുക്കുക. എടുക്കാടി ഞാൻ എടുക്കും. വാക്ക് വലിച്ചു. പപ്സ് അല്ല കട്ട്ലേറ്റ് ആണ് മേടിച്ചിട്ടുള്ളത്. ജോഷിക്ക് ഡിപ്രഷൻ ആണ്. എന്ത് പറ്റിയെന്ന് അറിയാൻ വയ്യ. സീനിയർ എന്നൊക്കെ പറയുന്നുണ്ട്. ഓണമൊക്കെ ഡിപ്രഷൻ ഇല്ല ഗൈസ്, അങ്ങനെ നടക്കില്ല ഗൈസ്. നിനക്കെന്തെങ്കിലും പറയാണ്ടോ? നീ നല്ല മനുഷ്യനാണ്. ഞാനല്ല, എനിക്ക് ഇവനെ കുറിച്ച് നല്ല മനുഷ്യനാണ്. ഈ കാര്യം ക്ഷമിക്കാനും പൊറുക്കാനുള്ള കഴിവ് ഏറ്റവും കൂടുതൽ കൊടുത്തത്. അതെ അതെ അതെ. നല്ലൊരു മനസ്സിന്റെ നല്ല 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 കല്യാണ ആലോചനകൾ സ്വീകരിക്കുന്നുണ്ട്. കാരണം പെണ്ണ് കിട്ടുന്നില്ല. ഐ ഡി എന്ന് പറഞ്ഞാല് അലൻ ജോഷി കുന്നംകുളം കോളനി എന്നാണ്. പാട്ട് പാടാൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പാട്ട് പാടാം. ഓക്കെ, പാട്ട് ഇതായിരുന്നു. ഏത് പാട്ട് വേണം? മലയാളാക്ക. ഓക്കെ, ആരും കളിയാക്കരുത്. നല്ല പാട്ടാ. കാക്കേ കാക്കേ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട്. അതെ, നമുക്കറിയാവുന്ന പാട്ടുകളെ പാടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഉമ്മ എന്നെ വഴക്ക് പറയും. ഡാൻസ് പ്രാക്ടീസിന് പോയാണ്. ഓണത്തിന്റെ ഡാൻസ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ പറഞ്ഞോളൂ. ഞങ്ങൾ പോവുകയാണ് ഗൈസ്. നമ്മളുടെ ഫ്രണ്ടിൽ പ്രിയങ്കയുണ്ട്. പ്രിയങ്കയുടെ ഫ്രണ്ടിൽ അന്നയുണ്ട്. അക്സയുണ്ട്. അക്സന്റെ ഫ്രണ്ടിൽ ആരോ ഉണ്ടല്ലോ. ഷീജു മിസ് പോകുന്ന വഴിക്ക് കണ്ടു ഗൈസ്. ജ്യൂസാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കണത്. അതെ, ഷീജു മിസ്സാണ് എല്ലാം നോക്കുന്നത്. മെയിൻ ആണ്. എന്താണ് പറയാനുള്ളത്? അതെ, മിസ്സിന് നാണായി ഗൈസ്. മിസ് എന്തെങ്കിലും പറയാനുണ്ട്? ഓക്കെ, മിസ് എന്തെങ്കിലും പറയാനുണ്ടോ മിസ്സിന്? ഇതിനെ പറ്റി എന്താ അഭിപ്രായം? ഈ കൊച്ച് വളരെ സൽസ്വഭാവിയും എന്തോന്നാണ് ഈ പറയണത്, വളരെ സ്നേഹമുള്ള കൊച്ചാണ്. അതെ, ഞങ്ങളെ നല്ല രീതിയിൽ ബഹുമാനവും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഞങ്ങളെ ടീച്ചേഴ്സിനെ കെയർ ചെയ്ത് ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു. ഭയങ്കര അടിപൊളി അഭിപ്രായമൊക്കെ പറഞ്ഞേ. തനിയെ പറ്റിയൊന്നും പറഞ്ഞില്ല. തനിക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടാവും. തനിക്ക് വിഷമം ഉണ്ടായില്ല. നമുക്ക് വിഷമൊന്നുമില്ല. വിഷമം ചെറിയ സംഖ്യ ചെക്കനുണ്ട്. നമുക്ക് ഡാൻസ് കളിക്കാൻ റൂം എല്ലാം റെഡിയാക്കുന്നുണ്ട്. എനിക്കെന്താ പറയാനുള്ളത്? ഡാൻസ് നല്ലൊരു സംഭവല്ലേ? മീൻ കച്ചവടത്തിന് പോകണമെങ്കിൽ ആരെയും നോക്കുന്നുണ്ടെങ്കിൽ സനയെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നല്ല റേറ്റ്. കോളേജിന്റെ ഒരു വലയുണ്ട്. ആ വലയിൽ നമുക്ക് മീൻ പിടിക്കാൻ കഴിയും. ഇതാണ് എന്റെ കല്ല്. ഓക്കെ, ഡാൻസ് സ്റ്റാർട്ട് ചെയ്യാണ് ഗായ്സ്. അല്ല, ഡാൻസ്
പ്രാക്ടീസ്. അതെ, ഡാൻസ് മാസ്റ്റർ ചിമ്മു മാമിനൊപ്പമാണ് നമ്മൾ അഭ്യസിക്കുന്നത്. ഇങ്ങിവിടെ നിന്നോ പക്ഷേ പാട്ടിൻ്റെ സ്റ്റെപ്പ് ഡാൻസ് ഒക്കെ കഴിഞ്ഞ് സംഭവമൊക്കെ കഴിഞ്ഞ് പ്രാക്ടീസൊക്കെ സെറ്റായി പോയി. പിന്നെ ഇനി നമ്മൾ നേരെ വീട്ടിൽ പോവുക, ഫുഡ് കഴിക്കുക, ഇറങ്ങുക. അങ്ങനെ നമ്മൾ നേരെ ബസ് കയറി അടുത്ത സ്റ്റോപ്പിൽ വന്നിറങ്ങി നമ്മുടെ വീട്ടിലേക്ക് പോവായിരുന്നു. അപ്പം നമ്മൾ നേരെ നമ്മളെ വീട്ടിലെത്തിയായിരുന്നു ഗൈസ്. അപ്പം അത് കഴിഞ്ഞ് വല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 2 മണി കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ഒന്ന് ചോറൊക്കെ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ചോറ് സാമ്പാറൊക്കെ അങ്ങനെയുള്ള കറികളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി വെണ്ടയ്ക്ക് കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി ഞാൻ എല്ലാം കൂടെ കൂട്ടി ഒരു പിടിയങ്ങ് പിടിച്ച് അത് കഴിഞ്ഞപ്പോഴേക്ക് നല്ല ക്ഷീണമായി ഗൈസ്. എന്താന്ന് പറഞ്ഞിടാ കുറഞ്ഞ ഡാൻസിൻ്റെ പ്രാക്ടീസൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും. അങ്ങനെ അത് ഫുഡ് കഴിച്ച് വന്നതിന് ശേഷം നേരെ വന്നിട്ട് ഒരു കിടത്തം കിടന്നു. എൻ്റെ ടെഡി ബിയർ ചിങ്കുനെ കെട്ടിപ്പിടിച്ച് അത് കഴിഞ്ഞ് ഞാൻ എണീറ്റപ്പോഴത്തേക്കാണെങ്കിൽ നല്ല വിശപ്പായി. അങ്ങനെ നമ്മൾ നേരെ തട്ടുകടയിൽ പോയിട്ട് വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് തട്ടുകടയിൽ പോയി ദോശയും ചമ്മന്തിയും പിന്നെ ചിക്കൻ പൊരിച്ചതും കൂട്ടി അങ്ങ് പിടിച്ചു ഗൈസ്. ഒട്ടിക്കത്തെ ടേസ്റ്റ് ആയിരുന്നു, ഒരു രക്ഷയില്ലാത്ത അത്ര അടിപൊളിയായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, ഒരു രക്ഷയില്ല. ചിക്കൻ അവർ പൊരിച്ചത് വീണ്ടും ഒന്നും കൂടെ പൊരിച്ചാണ് തരുന്നത്. അപ്പോഴത്തേക്ക് നല്ല ഫ്രൈ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു പൊരിച്ച ചിക്കനൊക്കെ. അതുകൊണ്ട് തന്നെ നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ ബൈ.